അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള 2 തരം ക്യാരറ്റ് ജ്യൂസുകളാണ് കാണിക്കാൻ പോകുന്നത്. അതും പഞ്ചസാര ഇല്ലാതെയാണ് റെഡിയാക്കി എടുക്കുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് വളരെ രുചികരമായിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഫ്രഷ് ആയിട്ടുള്ള 2 ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ദിവസവും ഒരെണ്ണം കടിച്ചു കഴിക്കുകയോ അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചു കുടിക്കുന്നതോ ഒക്കെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. ഇനി ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിന്റെ പുറം തൊലി ഒന്ന് പീൽ ചെയ്ത് മാറ്റുക. എന്നിട്ട് ചെറുതായിട്ട് 2 അറ്റം കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോ റൗണ്ട് ആയിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു ബ്ലെൻഡറിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോ 250 ml കപ്പിന് 1 കപ്പ് ക്യാരറ്റ് ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ്. വൈറ്റമിൻ ഇയും ആന്റി ഓക്സിഡന്റുകളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതില്. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിനും മുടിക്ക് തിളക്കം നൽകാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ ബദാം തൊലിയോടല്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് അരച്ചെടുക്കുന്നതിന് പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് അതിന്റെ തൊലി മാറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തൊലി മാറ്റി എടുക്കാൻ പറ്റും. ഞാനിപ്പോ 8 ബദാമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുതിർത്തെടുത്ത 8 കശുവണ്ടി പരിപ്പാണ്. കശുവണ്ടി പരിപ്പ് ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് നല്ല കൊളസ്ട്രോൾ നിലനിർത്താനും അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താൻ ഒരുപാട് നല്ലതാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ഏലക്കയാണ്. ഏലക്കയുടെ ആ തൊണ്ട് മാറ്റിയിട്ട് അതിന്റെ തരി മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഇതിലേക്ക് തൊണ്ടോട് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയല്ല, ഞാനിവിടെ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. പ്രകൃതിദത്തമായി കിട്ടുന്ന ഈ മധുരം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ശരീരത്തിലെ വിഷാംശങ്ങളെയൊക്കെ പുറന്തള്ളാനും ഒക്കെ തേൻ ഒരുപാട് നല്ലതാണ്. ഞാനിപ്പോ 1 ടേബിൾ സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. തേനില്ല എന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കണേ. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പൊ അതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് കുട്ടികളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തരി കാരണം അവർ കുടിക്കാറില്ല. നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ലോണം കുടിക്കും. അതിന് വേണ്ടിയിട്ട് ഇതിന്റെ തരികൾ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കാം. പിന്നെ നിങ്ങൾ മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേനോ അല്ലെങ്കിൽ ഡേറ്റ്സോ ചേർത്ത് അടിച്ചെടുക്കുക. അപ്പൊ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഇത്രേ ഉണ്ടാവുള്ളൂ. ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇപ്പൊ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതില് പാലൊന്നും ചേർത്തിട്ടില്ല. ചില കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പാൽ അലർജി ഉള്ളവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ബദാമോ അല്ലെങ്കിൽ കശുവണ്ടി പരിപ്പോ ചേർത്തിട്ട് ഇതുപോലെ ഒരു ജ്യൂസ് തയ്യാറാക്കി നോക്കാം. നല്ല രുചിയാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത് ഞാനൊരു മിൽക്ക് ഷേക്ക് ആണ് കാണിക്കുന്നത്. അതും പഞ്ചസാര ഇല്ലാതെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തതുപോലെ തന്നെ 2 ക്യാരറ്റ് തൊലിയെല്ലാം പീൽ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതും 250 ml കപ്പിന് 1 കപ്പ് ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത്. കണ്ണിനൊക്കെ ഒരുപാട് നല്ലതാണ് ക്യാരറ്റ് കഴിക്കുന്നത്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ക്യാൻസറിനൊക്കെ തടഞ്ഞു നിർത്താനൊക്കെ ഒരുപാട് നല്ലതാണ് ക്യാരറ്റ്. ഞാനിപ്പോ ക്യാരറ്റ് പുഴുങ്ങിയല്ല എടുത്തിട്ടുള്ളത്, പച്ചയായിട്ട് തന്നെയാണ് ഈ മിൽക്ക് ഷേക്ക് അടിച്ചെടുക്കുന്നതിന് എടുത്തിട്ടുള്ളത്. പുഴുങ്ങിയെടുക്കുമ്പോൾ അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാട് നഷ്ടമാകും. നമ്മൾ പച്ചയിലാണ് എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പച്ചയോട് കൂടി തന്നെ എടുക്കുക. ടേസ്റ്റ് ഒന്നും ഒരു വ്യത്യാസമല്ല, നല്ല ടേസ്റ്റ് ആണ് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴമൊക്കെ ഒരുപാട് നല്ലതല്ലേ ആരോഗ്യത്തിന്. ഈന്തപ്പഴത്തില് അയൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തക്കുറവ് വളർച്ചയൊക്കെ മാറ്റാൻ സഹായിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് ഊർജ്ജവും ഉന്മേഷവും ഒക്കെ കിട്ടാൻ ദിവസവും ഈന്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോ അത്യാവശ്യം വലുപ്പമുള്ള 2 ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ഉള്ള ഈന്തപ്പഴമായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇത് അടിച്ചെടുക്കുന്നതിന് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സോഫ്റ്റ് കുറഞ്ഞ ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന്റെ കുരു ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ഈന്തപ്പഴം ഇടുമ്പോൾ തന്നെ അത്യാവശ്യം മധുരം ഉണ്ട്, അതുകൊണ്ട് 2 എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക.
കൊടുക്കാം. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈന്തപ്പഴവും കൂടെ കുരുമാറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് അതിന്റെ തരി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് നല്ല തണുത്ത കട്ടിയുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ 2 ജ്യൂസുകളും റെഡി ആയിട്ടുണ്ട്. ഒന്ന് പാല് ചേർക്കാതെ അടിച്ചെടുത്തിട്ടുള്ളതാണ്, രണ്ടാമത്തത് പാല് ചേർത്ത് അടിച്ചെടുത്തിട്ടുള്ളത്. ഇത് രണ്ടും പഞ്ചസാര ഇല്ലാതെ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. ഇത് 7 ദിവസം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിലെ വിളർച്ചയും ക്ഷീണമൊക്കെ മാറ്റി മോഹത്തിന് നല്ല തിളക്കവും അതുപോലെ തന്നെ മുടി വളരാനും ഒക്കെ നല്ലതാണ്. ശരീരത്തിന് കണ്ണിനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ ജ്യൂസ് കുടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്